ഹേ ഗായ്സ്, നമ്മുടെ തിരുനാളിൻ്റെ 6ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പള്ളിയിൽ കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് ലേറ്റായി. അതിന് എനിക്ക് അമ്മയിൽ നിന്ന് വേറെ നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറിച്ച് നോക്കുമായിരുന്നു. ഇന്ന് നിന്റെ അപ്പൻ ഈ കുതിരയെ നോക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് ഒരു സ്ഥലമോ വീടോ ഒന്നും നോക്കില്ല. വാടകയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഓരോ നാളുകളും മാറി 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 പാർക്കുന്ന സ്ഥിരമായിട്ട് താമസിക്കാൻ വീടില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെങ്കിൽ, പക്ഷേ നിന്റെ ആഗ്രഹം എന്താണെന്ന് ഈ വായിച്ചു നോക്കി. ടീച്ചർ ആ കുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് പുറകെ വായിച്ചു. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹം വളർന്നു കഴിയുമ്പോൾ 20 ഏക്കർ സ്ഥലം, അതിൽ നല്ല ഒരു വലിയ ഒരു ബംഗ്ലാവ്, അതിനുശേഷം കുതിരകൾ ധാരാളം ഉണ്ടാകണം, കുതിരകൾക്കായിട്ട് ഒരു ഫാം ഉണ്ടാകണം. ഇതൊക്കെയാണ് അവരുടെ സ്വപ്നം. ടീച്ചർ പറഞ്ഞു, സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത നീ ഇത്രയും സ്വപ്നങ്ങൾ കാണേണ്ട, നീ കൊണ്ടുപോയി വീണ്ടും തിരുത്തി നിന്റെ സ്വപ്നം എന്താണെന്ന്, യാഥാർത്ഥ്യം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ സ്വപ്നം എടുത്തുകൊണ്ട് വരാറുണ്ട്. ഇപ്പോൾ കൊച്ചിന് ഭയങ്കര നിരാശയാണ്. അവന്റെ സ്വപ്നമാണ്. അവൻ തിരിച്ച് ഭവനത്തിൽ ചെന്ന് ഇടിച്ചപ്പോൾ വളരെ ദുഃഖത്തോടിയിരിക്കുക. അവൻ അപ്പം ചോദിച്ചു, വളരെ നിനക്ക് എന്ത് പറ്റി, നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? സ്കൂളിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു, കുട്ടികളും അടി കൂടിയോ, പല കാര്യങ്ങൾ ചോദിക്കും. ഒന്നിനും എല്ലാം തന്നെ ഇല്ല എന്ന് മാത്രമാണ്. അപ്പൊ അവൻ പറഞ്ഞു, ടീച്ചർ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആ സ്വപ്നം ഞാൻ എഴുതിക്കൊണ്ട് കൊടുത്തപ്പോൾ ടീച്ചർ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ചോദിച്ച ചോദ്യം, മകനെ നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഗൈസ്, എൻ്റെ കൈ കിടക്കുന്ന ഈ സാധനം കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സിന്, ലാവൻഡർ ഫ്രോക്കിന് ഇടാൻ പറ്റിയ മാച്ചായിട്ടുള്ള സാധനം ഞാൻ വാങ്ങിയതാണ് നമ്മുടെ KCM സ്റ്റോളിൽ നിന്ന്. പകുതിക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ തമ്പുരു വന്നിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ടാക്കിയിട്ട് പോയി. അപ്പോൾ നമ്മുടെ തിരുനാളിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് തിരുനാൾ തുടങ്ങുന്ന ദിവസം, അതായത് നമ്മുടെ കൊടിയേറ്റുന്ന ദിവസം, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വരുന്ന 2 ദിവസം. ഈ സെക്കൻഡ് ലാസ്റ്റ് ദിവസത്തിലാണ് നമ്മുടെ ചക്ര പ്രദക്ഷിണ നടത്തുന്നത്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ അന്തോണീസ് പുണ്യാളനെയും അതുപോലെ തന്നെ സെബസ്ത്യാനോസിനെയും മാതാവിനെയും കൊണ്ട് നമ്മൾ തോളിലേറ്റി പ്രദക്ഷിണം നടത്തും. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ ഇത് തോളിൽ വഹിച്ചു പോകുന്നത്. ഭയങ്കര ഭക്തിയോടെയാണ് ഇത് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേർച്ചയായിട്ടും ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനത് നേർച്ചയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. മഴ നനഞ്ഞ് കുളിച്ച് അയ്യോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്നുള്ളവർ എന്ത് ചെയ്യുക, മെഴുതിരിയും കയ്യിൽ ഏന്തിക്കൊണ്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിന് ചെറുതായിട്ടൊരു പണി കിട്ടി. കാക്ക ചെറുതായിട്ടൊന്ന് പണി കൊടുത്തവർക്ക്. പള്ളിയിലെത്താൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് ഭാഗ്യം കിട്ടി. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വിഷമിച്ചിരുന്നിട്ട് പിന്നെ എടുക്കാൻ പറ്റിയപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് എല്ലാം പള്ളിയിൽ കൊണ്ടുവച്ച് അകത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ശേഷം ഞാനും അമ്മയും തമ്പുരും കൂടെ നേരെ താഴെ വന്നു. താഴെയായിരുന്നു ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചപ്പാത്തി, നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമേ ഞാൻ വിചാരിച്ചിരുന്നതാണ് ഇതൊരു ലോങ് വീഡിയോ ആയിട്ടെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിരുനാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റുള്ള വീഡിയോസ് കൂടെ കാണുക. ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.